വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? കാസിമർ ഫങ്ക്. മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിനുകളുടെ എണ്ണം എത്ര? 13. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ ബി കോംപ്ലക്സ്, തയാമിൻ, റൈബോഫ്ലാവിൻ, ബയോട്ടിൻ, വിറ്റാമിൻ സി. വിറ്റാമിൻ സി ഓർത്ത് വെക്കാനുള്ളൊരു സൂത്രമുണ്ട്. നമ്മൾ വെള്ളമൊക്കെ ചൂടാവുന്ന സമയത്ത് എന്നൊരു ശബ്ദം ഉണ്ടാവുമല്ലോ, അത് ഓർത്ത് വെച്ചാൽ മതിയേ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ എ, കെ, ഇ, ഡി. ഇത് നമ്മൾ അകിഡ് എന്ന് ഓർത്താൽ മതി. ഈ രീതിയിൽ എഴുതണം. ഓക്കെ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ എ, രാസനാമം റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം നിശാന്തത. വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെ? കരൾ. വിറ്റാമിൻ എ അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ക്യാരറ്റ്, ഇലക്കറികൾ, കരൾ, പാൽ. കോശങ്ങളുടെയും കലകളുടെയും വളർച്ചയെയും വിഭജനത്തെയും നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. വിറ്റാമിൻ എ അധികമായാൽ ഉണ്ടാകുന്ന അസുഖം ഏത്? ഹൈപ്പർ വിറ്റാമിനോസിസ് എ. തവിടിലടങ്ങിയ പ്രധാന വിറ്റാമിൻ B1. വിറ്റാമിൻ B1 തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബറി. വിറ്റാമിൻ B2 ഏതു പേരിൽ അറിയപ്പെടുന്നു? റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B3യുടെ രാസനാമം നിയാസിൻ. വിറ്റാമിൻ B6ൻ്റെ രാസനാമം എന്ത്? പിരിഡോക്സിൻ. വിറ്റാമിൻ B12 അടങ്ങിയ ലോഹം കൊബാൾട്ട്. കോഎൻസൈംസായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ ഏവ? വിറ്റാമിൻ ബി കോംപ്ലക്സ്. വയറിളക്കം, ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഏതു വിറ്റാമിൻ്റെ അളവ് കൂടുമ്പോഴാണ്? വിറ്റാമിൻ B5. പാരസ്റ്റിസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ഏതു വിറ്റാമിൻ്റെ അളവ് കുറയുമ്പോഴാണ്? വിറ്റാമിൻ B5. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ബയോട്ടിൻ. നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി.